വിധിയിൽ വിശ്വസിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ പൂർണ്ണമായ വിശ്വാസിയുമല്ല. എല്ലാം വിധി അനുസരിച്ചിട്ടാണോ നടക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യം പ്രഭാഷണത്തിലൊക്കെ ഇടയ്ക്ക് ഞാൻ പറയുന്നൊരു വാക്യമാണത്. ദർ ഈസ് നത്തിങ് കോൾഡ് ഫേറ്റ്, യുവർ ക്യാരക്ടർ ഈസ് യുവർ ഫേറ്റ്. സ്വാമിയുടെ വാചകമാണ് കേട്ടോ. ഓർത്താൽ അങ്ങേയറ്റം ആലോചനാമൃതമായിട്ടുള്ള വാക്കുകളാണ്. ദർ ഈസ് നത്തിങ് കോൾഡ് ഫേറ്റ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. എന്നാൽ ഞാനത് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. നമുക്കിപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആവണമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു ഒരു ഒരു വിസ്തൃതമായിട്ടുള്ളൊരു അതിർവരമ്പുണ്ട്. അത് വളരെ വിസ്തൃതമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ സങ്കുചിതമല്ല. ആ വിസ്തൃതമായിട്ടുള്ള അതിർവരമ്പിൽ നിങ്ങൾക്ക് എവിടെ വേണോ എത്താം, ആ അതിർത്തിക്കുള്ളിൽ എവിടെ വേണോ എത്താം. അവിടെ നമ്മൾ സ്വയം ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ വിധി ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ചുരുങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ വിധി എന്ന് നമുക്ക് തോന്നിയിരുന്ന പലതിനെയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു ഓവറോൾ പാറ്റേൺ, ഒരു ഓവറോൾ പ്ലാൻ എവിടെയോ ഉണ്ടായിരുന്നോ എന്നും എനിക്ക് ചിലപ്പോൾ തോന്നും. കാരണം നമുക്കറിഞ്ഞുകൂടല്ലോ നമ്മൾ ഏത് തരത്തിലുള്ളൊരു ജീവിതമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിങ്ങനെ ചുരുളഴിഞ്ഞ് വരികയാണ്. ചുരുളഴിഞ്ഞ് വരുമ്പോൾ ഇതായിരുന്നു അല്ലേ എൻ്റെ ജീവിതം എന്ന് ഇപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് ഊഹിക്കാം.